ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടേഴ്സ് PYQ ബേസ്ഡ് റിവിഷൻ പ്രിലിംസിന് വേണ്ടി നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെക്കൻഡ് സെഷൻ എന്ന് പറയുമ്പോൾ യൂണിയൻ ടെറിട്ടറി സിറ്റിസൺഷിപ്പ് അത്തരത്തിലുള്ള കുറേ ഏരിയാസ് PYQയിൽ എങ്ങനെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ വി ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോവ ദമാൻ ആൻഡ് ദിയു റീഓർഗനൈസേഷൻ ആക്ട് 1987? അപ്പോൾ ഇതിന്ന് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 1987 ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതിൽ ഗോവയും ദമാൻ ആൻഡ് ദിയും റീഓർഗനൈസേഷൻ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇതിൽ ഏതാണ്? ഇവർ ഫ്രഞ്ച് റൂളിൻ്റെലായിരുന്നു, അല്ലെങ്കിൽ ഇവർ മിലിറ്ററി ആക്ഷനിൽ ത്രൂ ആണ് നമ്മൾ ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പോർച്ചുഗീസ് കൺട്രോളിലുള്ള സ്ഥലമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ ഇൻഡയറക്റ്റ് ബ്രിട്ടീഷ് റൂളിൽ ഭരിച്ച സ്ഥലമായിരുന്നു ദാദ്ര നാഗർ ഹവേലി. പഞ്ചാബിൽ നിന്നാണ് ഹരിയാന ഉണ്ടാക്കിയിട്ടുള്ളത്. 66 അത് കഴിഞ്ഞാൽ മേഘാലയ 1972. 66 കഴിഞ്ഞാൽ 67 തന്നെ ഫോർത്ത് ജനറൽ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1954 ഡി ഫാക്ടോ ട്രാൻസ്ഫർ ആണ് നടന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ പോണ്ടിച്ചേരി ടു ഇന്ത്യക്ക് കിട്ടി. പക്ഷേ ദേ ജോർ ലീഗൽ ട്രാൻസ്ഫർ 1962 ഇനി സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പും അമേരിക്കൻ സിറ്റിസൺഷിപ്പും. ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, തെറ്റാണ്. അമേരിക്കയിൽ സിംഗിൾ, തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ബോത്ത് ഇന്ത്യ ആൻഡ് US ഓൺലി ഫോളോ നാഷണൽ സിറ്റിസൺഷിപ്പ്, അതുമല്ല. ഇന്ത്യ പ്രൊവൈഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് വെർ US പ്രൊവൈഡ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ അതൊക്കെ ബോത്ത് ഇന്ത്യ ആൻഡ് US പ്രൊവൈഡ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇൻ ദ സെയിം മാനർ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് C എന്ന സ്റ്റേറ്റ്മെന്റ് കൂടുതൽ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. കാരണം